നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും പത്രിക നൽകി. പുതുപ്പള്ളിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ ചാണ്ടി ഉമ്മന്റെ പത്രികാ സമർപ്പണം. KM രാധാകൃഷ്ണനും പത്രിക സമർപ്പിച്ചു. ഏറ്റുമാനൂരിൽ VN വാസവന്റെ പര്യടനം തുടരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെത്തി വോട്ട് തേടി. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും കണ്ടു. പൂഞ്ഞാറിൽ വിജയം ഉറപ്പെന്ന് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. PC ജോർജ് മുഖ്യ എതിരാളിയെന്നും സ്ഥാനാർത്ഥി. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. തിരുനക്കരയിലേക്ക് ഒഴുകി ഭക്തർ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ ഡോക്ടർ N ജയരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ വികസനവും ആത്മബന്ധങ്ങളും വിജയം സുനിശ്ചിതമാക്കുമെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ N ജയരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ നിരവധി പ്രവർത്തകർക്കൊപ്പം കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷനിൽ എത്തി തഹസിൽദാർ അനീഷ് ഈപ്പന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാരിന്റെ കാലത്ത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് ജയരാജ് പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെടുമെന്നും മണ്ഡലത്തിലെ വികസനവും വർഷങ്ങളായുള്ള ആത്മബന്ധവും വിജയപ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ഡോക്ടർ N ജയരാജ് കൂട്ടിച്ചേർത്തു. ഈ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് കാലയളവിൽ നടത്തിയിട്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ, അത് ഒരു മേഖലയിലല്ല, സമഗ്രമായി എല്ലാ മേഖലയിലും ആ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പൂർത്തീകരിക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. മൂന്നാമത്തെ കാര്യം, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 4 ടേമായിട്ട് ഈ നിയോജകമണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്നൊരു ജനപ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും കാലത്തെ ദീർഘമായ ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ മണ്ഡലവുമായിട്ട് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഗവൺമെൻറ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ് കാലയളവിൽ നമുക്കറിയാം. കേരളത്തിലെമ്പാടും ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ, ജനകീയമായ പ്രശ്നങ്ങളിലൊക്കെ നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കളായ MA ഷാജി, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, TN ഗിരീഷ് കുമാർ തുടങ്ങിയവരും ജയരാജിന് ഒപ്പമുണ്ടായിരുന്നു. നിരവധി പ്രവർത്തകരും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളും ജോർജ് കുര്യന് ഒപ്പമുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വലിയ ആഘോഷമായി. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ AKJM സ്കൂൾ ജംഗ്ഷനിൽ നിന്നും റാലിയായാണ് പത്രികാ സമർപ്പണത്തിന് ജോർജ് കുര്യൻ എത്തിയത്. കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ അനീഷ് ഈപ്പൻ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകി. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളും ജോർജ് കുര്യന് ഒപ്പമുണ്ടായിരുന്നു. വികസിത അജണ്ടയുമായാണ് BJP ജനങ്ങളെ സമീപിക്കുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. റോഡ്, ബൈപ്പാസ്, കുടിവെള്ളം ഇവയെല്ലാം കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുമെന്നും അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ അടിസ്ഥാന വികസനങ്ങളും, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള സംവിധാനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംവിധാനം, അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ്ങിനുള്ള സംവിധാനം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക തൊഴിൽ ദാന സംവിധാനങ്ങൾ, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് സംവിധാനങ്ങൾ, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ എല്ലാ സ്കീമുകളും നടപ്പിലാക്കുക. ഇങ്ങനെ സമഗ്രമായിട്ടുള്ള പദ്ധതിയായിരിക്കും ഇവിടെ നടപ്പിലാക്കുകയും അതിലൂടെ കാഞ്ഞിരപ്പള്ളിയെ ഒരു വികസിത കാഞ്ഞിരപ്പള്ളിയാക്കി മാറ്റും. വികസിത കേരളം, വികസിത ഭാരതം, അതുപോലെ തന്നെ മാറാത്തതും മാറും, കാഞ്ഞിരപ്പള്ളിയിലും മാറും എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. വികസിത ഭാരതം എന്ന അജണ്ടയാണ് NDA സർക്കാരിൻ്റെതെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. BJPക്ക് കേരളത്തിൽ നല്ലൊരു ഭാവിയുണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. Our agenda is Viksit Bharat. As he rightly pointed out, that the Viksit Bharat is the agenda of the NDA government. And double engine government will fulfill easily the Viksit Bharat agenda. So we need also here, and we appeal also the Keralam people that they also form a NDA government here. So in double engine government,
we can increase the pace of development, we can promote the good governance, and that is our agenda. बारी बारी केरला में कम्युनिस्ट और कांग्रेस आते हैं. This time I think NDA may come. What's BJP's future in Kerala? Very good future. BJP future is very good future. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. ഉത്സവ പ്രതീതിയിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. രാവിലെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയിൽ പത്രികാ സമർപ്പണത്തിനായി കോട്ടയത്ത് എത്തിയത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ മണർകാട് കത്തീഡ്രൽ പള്ളി, പാമ്പാടി മാർ കുര്യാക്കോസ് ദേറ, വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം അമ്മ മറിയാമ്മയ്ക്കും UDF സ്ഥാനാർത്ഥികളായ M. ലിജു, നാട്ടകം സുരേഷ് എന്നിവർക്കുമൊപ്പം പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പത്രിക വെച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി കോട്ടയം മിനി സിവിൽ സ്റ്റേഷനിലെ RD ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് വരണാധികാരിയായ കോട്ടയം RDO P. ഷിബു മുമ്പാകെ സമർപ്പിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, UDF കോട്ടയം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, മറിയാമ്മ ഉമ്മൻ, ചീഫ് ഇലക്ഷൻ ഏജന്റ് മുരളീകൃഷ്ണൻ എന്നിവർ പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ അനാസ്ഥ മൂലം മരണപ്പെട്ട വേണുവിന്റെ ഭാര്യ സിന്ധുവിന് പന്മന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചു നൽകിയ തുക അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന് കൈമാറിയിരുന്നു. ഈ തുക കെട്ടിവെച്ചാണ് നോമിനേഷൻ നൽകിയത്. ഇന്ന് പുതുപ്പള്ളിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ നോമിനേഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റിന്റെ അനാസ്ഥ മൂലം മരിച്ച വേണു, അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു കൈമാറിയ 10,000 രൂപ, അവർക്ക് അത് കൈമാറിയത് അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയാണ്. ആ കൈമാറിയ 10,000 രൂപ കെട്ടിവെച്ചാണ് ഇന്ന് നോമിനേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അതൊരു പ്രതീകമാണ്. ഈ സർക്കാരിന്റെ പരാജയത്തിന്റെ പ്രതീകമായിട്ടാണ്. ഈ സർക്കാരിനെ എതിർക്കാൻ ഇവിടുത്തെ ഓരോ സാധാരണക്കാരും തീരുമാനിച്ചു എന്നതിന്റെ പ്രതീകമായിട്ടാണ് ആ നോമിനേഷൻ ഫയൽ ചെയ്തതിനു മുമ്പ് ആ തുക പ്രിയപ്പെട്ട ശ്രീമതി സിന്ധു എന്ന് മേടിച്ച് ഞാനിവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ഈ കെട്ടിവെച്ച കാശ് കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ ഒരു പ്രതീകമായി എടുത്തുകൊണ്ട് ഈ സർക്കാരിന് ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ കോട്ടയം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പൂഞ്ഞാറിൽ PC ജോർജ് മുഖ്യ എതിരാളിയെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത്. LR തഹസിൽദാരും ഉപഭരണാധികാരിയുമായ J. താജുദ്ദീൻ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDFന്റെ പ്രചരണം ഊർജിതമാണെന്നും പൂഞ്ഞാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടായതെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. PC ജോർജ് തന്നെയാണ് പ്രധാന എതിരാളിയെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൂട്ടിച്ചേർത്തു. പ്രചരണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ഊർജിതമായും ഉഷാറായിട്ടും പോവുകയാണ്. ഇപ്പോൾ ശക്തമായ ഒരു എതിരാളി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പരാജയപ്പെടുത്തിയതാണ്. NDAയുടെ ഇതിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശക്തനായ എതിരാളി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മുൻ MLA തന്നെയാണ് പ്രധാന പ്രതിയോഗിയായി കാണാൻ കഴിയും. പ്രധാനമായിട്ട് എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തോ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തും പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? പ്രധാനമായും LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളാകെ ശ്രദ്ധിച്ചിട്ടുള്ളതും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയം സുനിശ്ചിതമാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. രാജേഷ്, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവരും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനൊപ്പം ഉണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഏറ്റുമാനൂരിൽ LDF സ്ഥാനാർത്ഥി VN വാസവൻ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. ഏറ്റുമാനൂർ പേരൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥി കയറിയിറങ്ങി വോട്ട് തേടി. ഏറ്റുമാനൂരിൽ പേരൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിലും കയറിയിറങ്ങിയാണ് VN വാസവൻ വോട്ട് അഭ്യർത്ഥിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. മണ്ഡലത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി അവതരിപ്പിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. താൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ടെന്നും VN വാസവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് VN വാസവൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2 സെറ്റ് പത്രികയാണ് കോട്ടയം RDO മുമ്പാകെ നൽകിയത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. RDO P. ഷിബു മുമ്പാകെയാണ് പത്രിക നൽകിയത്. 2 സെറ്റ് പത്രികയാണ് നൽകിയത്. LDF നേതാക്കളായ ജോസഫ് ചാമക്കാല, ജേക്സി തോമസ്, സുഭാഷ് P. വർഗീസ്, സിബി താളിക്കൽ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്തു നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് KM രാധാകൃഷ്ണൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പാലായിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. പാലാ സിവിൽ സ്റ്റേഷനിൽ UDFന്റെ മാണി സി കാപ്പൻ നേതാക്കളോടൊപ്പം എത്തി മീനച്ചിൽ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി നേതാക്കളായ പ്രൊഫസർ സതീഷ് ചെള്ളാനി, ബിജു പുന്നത്താനം, കുര്യാക്കോസ് പടവൻ, ജോസ്മോൻ മുണ്ടക്കൽ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. LDF പൂഞ്ഞാർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ മുണ്ടക്കയത്ത് നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് CSI ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ KJ തോമസ്, അഡ്വക്കേറ്റ് PK സന്തോഷ് കുമാർ, സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ വിജയത്തിനു വേണ്ടിയുള്ള LDF പൂഞ്ഞാർ നിയോജക മണ്ഡലം കൺവെൻഷൻ നാളെ ഞായറാഴ്ച കൃത്യം 2 മണിക്ക് മുണ്ടക്കയം CSI ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കും. CPIയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PK സന്തോഷ് കുമാർ, അതേപോലെ സഖാവ് KJ തോമസ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് സ്റ്റീഫൻ ജോർജ് XMLA അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായുള്ള എല്ലാ കക്ഷികളുടെയും സംസ്ഥാന ജില്ലാ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ആ കൺവെൻഷനിൽ എത്തിച്ചേരും. UDF സ്ഥാനാർത്ഥികളായ നാട്ടകം സുരേഷും M. ലിജുവും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മനും ഒപ്പമുണ്ടായിരുന്നു. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം നഗരത്തിന്റെ ഹൃദയമായ തിരുനക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശിവക്ഷേത്രമാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. ഇന്ത്യയിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 108 ശിവാലയങ്ങളിലെ ആദ്യ ക്ഷേത്രമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. തിരുവുത്സവത്തിന്റെ 7ാം ദിനമായ ഇന്ന് രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവ ബലി നടന്നു. ഇന്നലെ വൈകിട്ട് നടന്ന ദേശതാലപ്പൊലി ഭക്തിസന്ദ്രമായി. കൂടാതെ കാട്ടാമ്പാക്ക് ശ്രീഭദ്ര വേലകളി സംഘത്തിന്റെ വേലകളിയും അരങ്ങേറി. 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. 9ാം ദിവസം പകൽപൂരം നടക്കും. 24-നാണ് തിരുവാറാട്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N. ജയരാജും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും പത്രിക നൽകി. പുതുപ്പള്ളിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ ചാണ്ടി ഉമ്മന്റെ പത്രികാ സമർപ്പണം. KM രാധാകൃഷ്ണനും പത്രിക സമർപ്പിച്ചു. ഏറ്റുമാനൂരിൽ VN വാസവന്റെ പര്യടനം തുടരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെത്തി വോട്ട് തേടി. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും കണ്ടു. പൂഞ്ഞാറിൽ വിജയം ഉറപ്പെന്ന് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. PC ജോർജ് മുഖ്യ എതിരാളിയെന്നും സ്ഥാനാർത്ഥി. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. തിരുനക്കരയിലേക്ക് ഒഴുകി ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.